അൻവർ ഒപ്പം ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ലീഡ് നിലനിർത്താമായിരുന്നു എന്നുള്ളത്. അപ്പോൾ അൻവറിന്റെ ഭാവി അത് മങ്ങലേറ്റിട്ടില്ല എന്ന് തന്നെയാണോ ഈ ഒരു അവസരത്തിൽ നമുക്ക് ഈ ട്രെൻഡ് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? അൻവറിൻ്റെ ഭാവി മങ്ങലേറ്റിട്ടുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് UDF ആണ്. കാരണം UDF ഉപേക്ഷിച്ചാൽ അൻവറിന് ഭാവിയൊന്നുമില്ല. ഒന്നോ രണ്ടോ മണ്ഡലങ്ങളിൽ അല്പ സ്വാധീനമുള്ളൊരു വ്യക്തി എന്നതിൽ കവിഞ്ഞ് കേരള രാഷ്ട്രീയത്തിൽ ഒറ്റയ്ക്ക് വിലപേശാനുള്ളൊരു ശക്തിയൊന്നും അൻവറിനില്ല. അതെനിക്ക് തോന്നുന്നത് പ്രതിപക്ഷ നേതാവ് എടുത്ത നിലപാട് വളരെ ശരിയായിരുന്നു. കാരണം അതല്ലെങ്കിൽ UDFന് ഇതിനേക്കാൾ വലിയൊരു വില കൊടുക്കേണ്ടി വന്നേനെ. ഇപ്പോൾ ഇദ്ദേഹം നേടിയ വോട്ട് ഒരു പക്ഷേ ഒരു 5000-6000 വോട്ട് കൂടി UDFൻ്റെ ബാഗിൽ വരുമായിരുന്നു എന്നതിൽ കവിഞ്ഞ് UDFനെ തോൽപ്പിക്കാനോ കുറയ്ക്കാനോ അവർക്ക് കഴിഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും LDFനെ തോൽപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ അൻവറിന് സന്തോഷിക്കാം. ഈ LDF തോൽക്കുകയാണെങ്കിൽ അതിന് അൻവറിനും കൂടി ഉത്തരവാദിത്വമുണ്ട്. ആ നിലയ്ക്ക് UDF ചെയ്ത് കറക്റ്റായിട്ടൊരു പോളിസിയാണ്. കാരണം അദ്ദേഹത്തിനെ നിർത്തി LDF വോട്ട് തെറ്റിക്കുക, കൂട്ടത്തിൽ UDF കുറച്ച് വോട്ടുകൾ പോകും. പക്ഷേ അദ്ദേഹം വന്നു കഴിഞ്ഞാൽ പിന്നീടുണ്ടാകുന്ന വിലപേശൽ നമുക്കറിയാമല്ലോ. ഏറ്റവും വിലപിടിച്ച ഒരു കോൺസ്റ്റിറ്റ്യുവൻ്റ് യൂണിറ്റായിട്ടാണ് അദ്ദേഹം വരുന്നത്. അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന ഒരു സാമൂഹിക രാഷ്ട്രീയ അടിത്തറ നിലമ്പൂറുണ്ട്. അതുകൂടി കണക്കിലെടുക്കുമ്പോൾ വാസ്തവത്തിൽ കോൺഗ്രസ്സിന് ഇത്രയും മതേതരത്വ സ്വഭാവമുള്ളൊരു വിജയം കിട്ടില്ലായിരുന്നു. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ അൻവറിനെ എടുക്കാത്തത് നന്നായി. അദ്ദേഹത്തിന് രാഷ്ട്രീയ ഭാവി ഉണ്ടോ എന്ന് ആലോചിക്കേണ്ടത് UDF ആണ്. പക്ഷേ ആ ഭാവി കൊടുത്താൽ അത് നൽകുന്ന വില UDFന് പിൽക്കാലത്ത് വളരെ വളരെ വലുതായിരിക്കും. ശരി.